നമുക്ക് ഒരു കാര്യം നമ്മളെ തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന് ഈ ലോകം തന്നെ നമ്മുടെ കൂടെ നിൽക്കും എന്നൊക്കെ പറയുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. വളരെ കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു സൂയി മെഷീൻ, സ്വന്തമായിട്ടൊരു സൂയി മെഷീൻ വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഫിനാൻഷ്യലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിലും എനിക്കതിനൊന്നും അന്ന് പറ്റിയിട്ടില്ല. ഇത് അലോക്കേഷയാണ്, നമ്മുടെ പോകുന്ന വഴിക്ക് കണ്ടതാണ്, ഒത്തിരി നിൽപ്പുണ്ട്. അപ്പോൾ ആനച്ചെവി എന്നൊക്കെയല്ലേ ഇതിന് പറയാം. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇതാണ് സൂയി മെഷീൻ, എനിക്ക് കിട്ടിയ സൂയി മെഷീൻ. ഞങ്ങളുടെ ഒരു ആൻറ്റി തന്നതാണ്. ആക്ച്വലി ഇത് യൂസ് ചെയ്തിട്ടേ ഇല്ല, അവർക്കത് ഉപയോഗിക്കാനായിട്ട് കറക്റ്റ് അറിയത്തില്ലാത്തതുകൊണ്ടോ അതിൻ്റെ വേറെ എന്തൊക്കെയോ ഇത് എംബ്രോയ്ഡറിയും കൂടെ ഒക്കെ ചെയ്യുന്ന ടൈപ്പുള്ള മെഷീൻ ആയതുകൊണ്ട് അവരത് യൂസ് ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിത് എണ്ണയൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഓയിലൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് കടയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ എനിക്കിതിൻ്റെ ABCD അറിയില്ല, പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. തയ്ക്കുക അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിനകത്ത് എംബ്രോയ്ഡറിയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ ഹാപ്പിയായി. അപ്പം നമ്മളത് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അവസാനം നമ്മളത് വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്കിതിൽ തുടങ്ങണം. എനിക്ക് സത്യത്തിൽ ഒന്നും അറിയില്ല കേട്ടോ, സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു കാര്യം ABCD എനിക്കറിയില്ല. അപ്പോൾ നമുക്കിത് ഒന്നേന്ന് പോലെ സ്റ്റാർട്ട് ചെയ്യണം. ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളതെല്ലാം കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു കയറി താമസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയതാണ്. അപ്പോൾ ഞങ്ങളുടെ കുറേ കൂട്ടുകാരെയൊക്കെ കണ്ടു. ഈ ആൻറ്റി തന്നെയാണ് കേട്ടോ എനിക്ക് ഈ സൂയി മെഷീൻ തന്നത്. ഇവിടുത്തെ ആൻറ്റി, ഇതല്ല, ഈ ഹൗസ് വാമിങ് നടക്കുന്ന വീട്ടിലെ ആൻറ്റിയാണ് കേട്ടോ എനിക്ക് സൂയി മെഷീൻ തന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ പതിയെ സച്ചുവിനെ കൂട്ടാനായിട്ട് ഇങ്ങനെ പോന്നു. വരുന്ന വഴിക്ക് നമ്മളൊരു ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ഫ്രൈഡ് റൈസ്, ഇതുപോലെ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഐസ്ക്രീമും കൂടെ കഴിച്ചാലല്ലേ ഒരു കംപ്ലീഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.